ദിവികാരണീശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളില്ലാത്തവരായി ആരുമില്ല. സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാവർക്കും അവരുടേതായ സ്വപ്നങ്ങളും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ സ്വപ്നങ്ങളെല്ലാം ഭൗതിക സ്വപ്നങ്ങളാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക സ്വപ്നങ്ങൾ മാത്രം മതിയോ? APJ അബ്ദുൽ കലാം ഇപ്രകാരം പറയുന്നുണ്ട്: സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുക. സ്വപ്നം നിങ്ങളെ ചിന്തയിലേക്ക് നയിക്കും, ചിന്ത പ്രവൃത്തിയിലേക്ക് നയിക്കും. ഒരു ഭൗതിക സ്വപ്നം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമ്മളെ ചിന്തയിലേക്ക് നയിക്കും, ചിന്ത പ്രവൃത്തിയിലേക്ക് നയിക്കും. ഇതുപോലെ ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഭൗതിക സ്വപ്നങ്ങൾ മാത്രം പോരാ, ആത്മീയ സ്വപ്നങ്ങളും ഹൃദയത്തിൽ വഹിക്കുന്ന വ്യക്തികളായി തീരണം നമ്മൾ ഓരോരുത്തരും. സകല വിശുദ്ധരും അവരുടെ ജീവിതത്തിൽ ധാരാളം ആത്മീയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആത്മീയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആത്മീയ സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുവാനും പരിശ്രമിക്കുവാനും ഈ ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധർക്കും സാധിച്ചു. അതിനാൽ തന്നെയാണ് വിശുദ്ധരുടെ മാതൃക സ്വീകരിച്ച് അതേ ആത്മീയ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയാകണമെന്നുള്ളതായിരുന്നു. ഒരു വിശുദ്ധിയാകണമെന്ന് ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ അൽഫോൻസാമ ഒത്തിരി ആഗ്രഹിച്ചു. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തെ ആസ്പദമാക്കി നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആത്മീയ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ അന്നക്കുട്ടി ഒരു വിശുദ്ധിയായി തീരാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തു, ഒത്തിരി പരിത്യാഗങ്ങൾ ചെയ്തു. വളർത്തമ്മ കാണാതെയാണ് പല വിധത്തിലും അവൾ പ്രാർത്ഥിച്ചതും സഹനങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചതും. 13-ാമത്തെ വയസ്സിൽ തൻ്റെ സ്വപ്നങ്ങൾക്ക് വിപരീതമായി, തൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി വളർത്തമ്മ ഒരു വിവാഹാലോചനമായി അവളെ സമീപിച്ചപ്പോൾ അവൾക്ക് ഇത് ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവളുടെ വിളി വിവാഹ ജീവിതത്തിലേക്കല്ലായിരുന്നു, പകരം സന്യാസ ജീവിതത്തിൽ കൂടി ഒരു വിശുദ്ധിയായി തീരാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. അതിനാൽ തന്നെ അന്നക്കുട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ പേരപ്പൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: ക്രിസ്തുവിൻ്റെ 5 തിരുമുറിവുകളെ പ്രതി എന്നെ കല്യാണത്തിന് നിർബന്ധിക്കരുത്. അവൾ ഇങ്ങനെ പറയാൻ കാരണമെന്ന് പറയുന്നത് വിശുദ്ധ കൊച്ചുത്രിസ്യ പുണ്യവതിയെ പോലെ ഒരു വിശുദ്ധിയായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. അതിനുശേഷം ഇവൾ ഒരു വിശുദ്ധിയായി സന്യാസിയാകണമെന്നുള്ള ആഗ്രഹത്തോടെ മഠത്തിൽ പ്രവേശിക്കുകയും ഒരു സമർപ്പിതയായി തീരുകയും ചെയ്തു. 1930 മെയ് മാസം 19-ാം തീയതി സഭാവസ്ത്രം സ്വീകരിച്ച അന്ന് സായാഹ്നത്തിൽ വിശുദ്ധ അൽഫോൻസാമ തന്നോട് തന്നെ ആത്മകഥം ചെയ്തു ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം നമ്മുടെ ജീവിതത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചോദ്യം നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചോദിക്കുന്നത് വളരെ നല്ലതാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഞാൻ ഒരു വിശുദ്ധിയായി തീരാൻ വേണ്ടിയാണ് മഠത്തിൽ പ്രവേശിച്ചത്. വളരെയധികം പ്രതിസന്ധികളും പ്രലോഭനങ്ങളും തരണം ചെയ്ത് മഠത്തിൽ പ്രവേശിച്ച് ഒരു സമർപ്പിതയായി തീർന്നിട്ട്, സിസ്റ്ററായി തീർന്നിട്ട് ഞാനൊരു വിശുദ്ധിയായി തീരുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? ഞാനൊരു വിശുദ്ധിയായി തീരുന്നില്ലെങ്കിൽ ഞാൻ എന്തിന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു? പ്രിയമുള്ളവരെ, ഇതേ ചോദ്യം നമ്മളും നമ്മുടെ ജീവിതത്തോട് ചോദിക്കണം. ക്രിസ്തുവിനെ പ്രതി പല വിധത്തിലുള്ള ലോകസുഖങ്ങൾ വേണ്ട എന്ന് വെച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയെ പ്രതി പല വിധത്തിലുള്ള സുഖങ്ങളും സൗഭാഗ്യങ്ങളും വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് വളരുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമെന്ന് നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ ചോദിക്കണം. ഇത് നമ്മളെ നിരാശയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയല്ല, പകരം ആത്മീയ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ സഹായിക്കുന്ന ചോദ്യമായിരിക്കണം ഇത്. വിശുദ്ധ അൽഫോൻസാമ്മ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും അവരുടെ ജീവിതത്തിലെ കുറവിനെ കുറിച്ച് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. 1946 മെയ് മാസത്തിൽ തൻ്റെ മരണത്തിന് 2 മാസം മുമ്പ് നോഷി ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ലൂയി അച്ഛൻ എഴുതിയ കത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: പിതാവേ, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞാനൊരു വിശുദ്ധിയായി തീരാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ധാരാളം കുറവുകളിലും പോരായ്മകളിലും പ്രലോഭനങ്ങളിലും ജീവിക്കുന്ന നമുക്കും ഇപ്രകാരം മറ്റുള്ളവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് അവരോട് പറയാൻ സാധിക്കണം: ഞാനും ഒരു വിശുദ്ധിയായി തീരാൻ ആഗ്രഹിക്കുന്നു.
അല്ലെങ്കിൽ ഒരു വിശുദ്ധനായി തീരാൻ ആഗ്രഹിക്കുന്നു. സകല വിശുദ്ധരും അവരുടെ ആത്മീയ ബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ആത്മീയ ബോധങ്ങൾക്ക് വേണ്ടി, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നത് ആത്മീയ ബോധങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ഭൗതിക സ്വപ്നങ്ങളിൽ വേലുറയ്ക്കുന്നത് കൊണ്ടല്ലേ ഈശോയെ സ്നേഹിക്കാനോ ഈശോയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനോ സാധിക്കാത്തത്. ആത്മീയ ബോധങ്ങൾക്ക് വേണ്ടി, ആത്മീയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓരോ ദിവസവും അധ്വാനിക്കണം, പരിശ്രമിക്കണം. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയും ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: വിശുദ്ധനാകണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി ക്രിസ്ത്യാനി ആയിരിക്കാം, എന്നാൽ യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനിയാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധരാകണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ചിലപ്പോൾ ക്രിസ്ത്യാനികളായിരിക്കാം, എന്നാൽ യഥാർത്ഥരായ ക്രിസ്ത്യാനികളല്ല എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് സഭയിൽ ഓരോ വ്യക്തിയും വിളിക്കപ്പെടുന്ന വിശുദ്ധിയിലേക്കാണ്. പുരോഹിതനായിക്കോട്ടെ, സമർപ്പിതരായിക്കോട്ടെ, പ്രായമുള്ള വ്യക്തികളായിക്കോട്ടെ, കുടുംബജീവിതം നയിക്കുന്നവരായിക്കോട്ടെ, യുവാക്കന്മാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, സഭയിൽ ഓരോ വ്യക്തിയും വിളിക്കപ്പെട്ടിരുന്ന വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിലേക്ക് നടന്നെടുക്കണമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമ യേശുക്രിസ്തുവിന്റെ കൃപയിലേക്ക് തന്നെ സമർപ്പിച്ചവളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24 കാണുന്നത് പോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കും. യേശുക്രിസ്തുവിന്റെ കൃപയിലേക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് വളർന്ന വ്യക്തിയാണ് വിശുദ്ധ അൽഫോൻസാമ. 1985 ഡിസംബർ മാസം 19-ാം തീയതി തങ്ങളുടെ ആത്മീയ സന്ദർശനത്തിന് വേണ്ടി റോമിൽ ഒന്നിച്ചുകൂടിയ ഇന്ത്യൻ ബിഷപ്പുമാരോട് വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: വിശുദ്ധി എന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. ആത്മീയ കാര്യത്തിൽ ഭാരതമാണ് ഒന്നാമത്. ഈ ലോകത്തെ എല്ലാ വ്യക്തികളെ എളുപ്പത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുക കോടീശ്വരനേക്കാളും സിനിമാക്കാരെക്കാളും കൂടുതൽ പരിശുദ്ധനായ ഒരു വ്യക്തിക്കാണ് സ്വാധീനിക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ മഹാത്മാഗാന്ധി. അങ്ങനെയാണെങ്കിൽ ആത്മീയ സ്വപ്നമായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വിശുദ്ധിയിൽ കൂടി ധാരാളം വ്യക്തികളെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ അക്രൈസ്തവർ പോലും എന്താണ് വിശുദ്ധി എന്ന് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ശ്രീ KP അപ്പൻ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധിയിലേക്കൊരു പ്രാർത്ഥനാ ദൂരമുണ്ട്. ആ പ്രാർത്ഥനാ ദൂരത്തേക്ക് ചിലപ്പോഴെങ്കിലും മനുഷ്യർ നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം തന്നെ വിശുദ്ധിയുടെ ആരംഭമാണ്, വിശുദ്ധിയിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ഈ വിശുദ്ധി വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളിലൂടെയും അനുഭവങ്ങളിൽ കൂടിയും കടന്നു പോയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ മൂല കാരണം യേശുവാണ്. യേശുക്രിസ്തുവിനെ കൂടാതെ വിശുദ്ധിയിലേക്ക് വളരാൻ സാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളും ആത്മീയ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് വളരേണ്ടവരല്ലേ? അതിനാൽ ഭൗതിക സ്വപ്നങ്ങളിൽ മാത്രം ജീവിതം ചുരുങ്ങിപ്പോകരുത്. ഈശോയെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ആത്മീയ സ്വപ്നങ്ങൾ ഹൃദയത്തിൽ നെയ്യാം. ഏറ്റവും പ്രധാനമായും ആത്മീയ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ശ്രമിക്കാം. ഇന്നു മുതൽ ആത്മീയ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാം. യേശുക്രിസ്തുവിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.